ഈ കാണുന്നത് നമ്മുടെ മാർക്ക് സക്കർബർഗിന്റെ ഒരു ഫോട്ടോ ആണ്. ഇതിലൊരു കാര്യം ശ്രദ്ധിച്ചോ, അദ്ദേഹത്തിന്റെ വെബ് ക്യാമിന്റെ മുകളിൽ അദ്ദേഹം ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ടെക് കൊണ്ട് അമ്മാനമാടുന്ന അദ്ദേഹത്തിന് വരെ അറിയാം ഇന്നത്തെ കാലത്ത് സൈബർ സെക്യൂരിറ്റി ഈസ് എ ജോക്ക് എന്നുള്ളത്. ഈവൻ എപ്സ്റ്റീന്റെ കേസിൽ തന്നെ പറയുന്നുണ്ട് അവർ പലരെയും കൂടെ നിർത്തിയത് ഈ ബ്ലാക്ക് മെയിലിലൂടെയും സെക്സ്റ്റോഷനിലൂടെയും ഒക്കെ തന്നെയാണെന്നുള്ളത്. ഇങ്ങനെ വേറെ എവിടെയോ നിന്ന് നമ്മുടെ ഡിവൈസസിലെ ക്യാമറയെ ആക്സസ് ചെയ്യുന്ന മാൽവെയറിന് പറയുന്ന പേരാണ് റിമോട്ട് ആക്സസ് ട്രോജൻസ്. ഇത് പണ്ടാണെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു, കാരണം നമ്മൾ വല്ലപ്പോഴേ നമ്മുടെ ഡിവൈസസ് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാറുള്ളൂ. ഇപ്പൊ വീട്ടിൽ ഓഫ് ആക്കാത്ത രണ്ട് ഡിവൈസസ് ഫ്രിഡ്ജും വൈഫൈയും ആയിരിക്കും, കാരണം ഇന്റർനെറ്റ് ചീപ്പാണല്ലോ. ഒരുപാട് കേസസ് ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പേ. കെസിഡി വൂൾഫ് എന്ന് പറയുന്ന ഒരു മിസ് USA-ക്ക് 2013 ഇങ്ങനെ ഒരു ദുരനുഭവം സംഭവിച്ചിരുന്നു. ഇതിനുവേണ്ടി ഇറക്കിയ കുറെ സോഫ്റ്റ്വെയർസ് ഓപ്പൺ മാർക്കറ്റിൽ വരെ വിറ്റുകൊണ്ടിരുന്നു. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് അതൊക്കെ ബാൻ ചെയ്തത്. ഈവൻ ഒരു സ്കൂള് വരെ, പെൻസിൽവേനിയയിൽ ഒരു സ്കൂള് കുട്ടികളെ ട്രാക്ക് ചെയ്യാൻ എന്നുള്ള പേരിൽ, ആന്റി തെഫ്റ്റ് എന്നുള്ള പേരിൽ അവരുടെ ലാപ്ടോപ്പുകളിൽ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു. അങ്ങനെ പാരന്റ്സ് ഇത് കണ്ടെത്തി കേസ് കൊടുത്തതിനൊക്കെ ശേഷമാണ് ഇതൊക്കെ റിമൂവ് ആവുന്നതും ബാൻ ആവുന്നതും ഒക്കെ. പിന്നെ ലൂയി മിയാഗ്നോസ് എന്ന് പറയുന്ന ഒരു ക്രിമിനൽ പലരെയും സെക്സ്റ്റോഷൻ ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ഉപയോഗിച്ചു. ആൻഡ് ഇറ്റ്സ് ബീൻ സെഡ് ദാറ്റ് ഈവൻ നൗ ബ്ലാക്ക് ഷെയ്ഡ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ആൾക്കാരെ സ്പൈ ചെയ്യാൻ ഈ സോഫ്റ്റ്വെയർസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഈ ട്രോജൻസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. ഇത് ആക്ച്വലി ഗവൺമെന്റ്സിന് ഇത് നല്ലതാണ്. പല ഗവൺമെന്റ്സിനും ഇത് നന്നായിട്ട് ഉപകരിക്കും. ആൾക്കാരെ ഈ ടെററിസത്തിനെ പിന്നെ ഇല്ലീഗൽ ആക്ടിവിറ്റീസിനൊക്കെ പെട്ടെന്ന് ഒതുക്കാനും കണ്ടെത്താനും ഒക്കെ ഇതുകൊണ്ട് പറ്റും. പക്ഷെ പ്രോബ്ലം വരുന്നത് ഇത് തെറ്റായ കൈകളിൽ എത്തുമ്പോഴാണ്. പിന്നെ റിമോട്ട് ആക്സസ് ട്രോജൻസ് വഴി നമ്മുടെ ക്യാമറ ആക്സസ് ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് ഗാലറിയിലേക്കും കൂടിയാണ് ആക്സസ് പോകുന്നത്. നമ്മൾ എന്തെങ്കിലും ഈ ബാങ്ക് ഡീറ്റെയിൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്തായാലും സ്വാഭാവികമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. സോ അതിലേക്കൊക്കെ ഉള്ള ഒരു ആക്സസ് ആണ് ഈ ക്യാമറയിലൂടെ വരുന്ന ആക്സസ്. അപ്പൊ മാർക്ക് സക്കർബർഗിന് പ്രിക്കോഷൻ എടുക്കാമെങ്കിൽ നമുക്കും പ്രിക്കോഷൻ എടുക്കാം. കാരണം ഫോണിനേക്കാൾ ഉപരി ലാപ്ടോപ്പാണ് കുറച്ചും കൂടി ഡേഞ്ചർ. എപ്പോഴും അത് കണക്റ്റഡ് ആയിരിക്കും, എപ്പോഴും നമ്മൾ ലിഡ് ക്ലോസ് ചെയ്ത് പോകണമെന്നില്ല. ഒറ്റയ്ക്ക് താമസിക്കുകയാണെങ്കിൽ പിന്നെയുണ്ട്, പക്ഷെ ഫാമിലി ആയിട്ട് താമസിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു റൂമിൽ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് വെച്ചാൽ നമ്മൾ അറിയാൻ പോകുന്നില്ല അത്. അപ്പൊ ഈ ഫോണിനും ലാപ്ടോപ്പിനും ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ലാപ്ടോപ്പിന് ഞാനൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാറുണ്ട്. അത് സ്പോൺസേർഡ് വീഡിയോ ഒന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ കമ്പനിയുടെ പേര് പറയുന്നില്ല. ആ പ്രൊഡക്റ്റ് സെർച്ച് ചെയ്താൽ മതി, പല കമ്പനികളും ഇത് ഇറക്കുന്നുണ്ട്. ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുക സാധനം. പിന്നെ ഫോണിന്റെ കവർ ഞാനിതാ ഇങ്ങനത്തെ കവർ ഉപയോഗിക്കുക. ഇത് ഞാൻ മേടിച്ചത് വേറൊരു റീസൺ ആയിരുന്നു. ഇത് നമുക്ക് ഇങ്ങനെ ക്യാമറ തുറക്കുകയും പൂട്ടുകയും ചെയ്യാം. ഞാൻ ഈ നെക്ക് ബമ്പ് വരുന്നതുകൊണ്ട് ഫോൺ യൂസ് ചെയ്തിട്ട് ഞാനിത് കുറച്ച് ഉയർത്തി പിടിച്ചിട്ടാണ് യൂഷ്വലി യൂസ് ചെയ്യുക. അപ്പം കാണുന്നവർ അവരെ ഫോട്ടോ എടുക്കുക എന്ന് വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കവറുള്ള കവർ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇതാകുമ്പോൾ കുറച്ചും കൂടി സേഫ് ആണ്. 90% ഇതൊന്നും പ്രോബ്ലം വരില്ല, പക്ഷെ എന്നാലും ഒരു 10% പ്രിക്കോഷന് വേണ്ടി വരെയാണ് ഇത് വരുന്നത്. മെയിനായിട്ട് ഈ ക്രോം എക്സ്റ്റൻഷൻസ് ഇല്ലേ, ഈ തേർഡ് പാർട്ടി എക്സ്റ്റൻഷൻസ്, പിന്നെ പൈറേറ്റഡ് സോഫ്റ്റ്വെയർസ്, ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് കരുതുക. ഈ പെർമിഷൻ ചോദിക്കുന്ന സമയത്ത് ക്യാമറ കൊടുക്കാതിരിക്കാൻ നോക്കുക. ശ്രദ്ധിക്കാറുണ്ടോ, ഈവൻ കാൽക്കുലേറ്റർ ഇൻസ്റ്റാൾ ചെയ്താൽ വരെ അവർ ചോദിക്കും ആക്സസ് ടു ക്യാമറ എന്നുള്ളത്. അത് കൊടുക്കാതിരിക്കാൻ ഡിനൈ കൊടുത്താൽ മതി. അത് ആൻഡ്രോയിഡിലും iOS-ലും ഒക്കെ ഡിനൈ കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു യുക്തിപരമായിട്ടുള്ള ഒരു ചോദ്യം വരാം, ഈ ക്യാമറ ഓൺ ആകുമ്പോൾ ആ ലൈറ്റ് വരൂലേ എന്നുള്ളത്. ഇത്രയും ഹാക്ക് ചെയ്യാൻ അറിയുന്നവന്മാർക്ക് ആ ലൈറ്റ് ഓഫ് ചെയ്യാനാണോ പണി? പക്ഷെ ഒപ്പേക്ക് ആയിട്ടുള്ള സ്റ്റിക്കറിന്റെ അകത്ത് കൂടിയും ഈ കവറിന്റെ അകത്ത് കൂടിയൊക്കെ കാണാനുള്ള ടെക്നോളജി എന്തായാലും വരൂല. അപ്പൊ സ്റ്റേ സേഫ്, സ്റ്റേ അവെയർ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.